നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസം. എഴുതിയത് OV വിജയൻ. ഈ പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾ എന്തായാലും എവിടെന്നെങ്കിലുമൊക്കെ വെച്ച് ആരുടെയെങ്കിലും വായിന്ന് കേട്ടിട്ടുണ്ടാവും. കാരണം അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. ഖസാക്കിൻ്റെ ഇതിഹാസം ഒരു നോവൽ പുസ്തകമാണ്. അത് മലയാള സാഹിത്യത്തിൽ തന്നെ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം ഇന്നും ആളുകൾ വായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡീപ്പായിട്ടുള്ള ഫിലോസഫിക്കൽ തീമുകളും അതിലെ ആ പുസ്തകത്തിലെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു യുണീക്ക് വേയും കൊണ്ടാണ്. കഥ നടക്കുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഖസാക്ക് എന്ന ഒരു ചെറിയ ഫിക്ഷണൽ ഗ്രാമത്തിലാണ്. ഫിക്ഷണൽ എന്ന് പറഞ്ഞാൽ സാങ്കല്പികമായ ഒരു ഗ്രാമം, അങ്ങനെ ഒരു ഗ്രാമമില്ല, ഓക്കെ. പക്ഷേ എഴുത്തുകാരൻ്റെ ഭാവനയിൽ ഖസാക്ക് എന്ന ചെറിയ ഫിക്ഷണൽ ഒരു ഗ്രാമം. ഈ പുസ്തകത്തിലൂടെ എഴുത്തുകാരൻ OV വിജയൻ നമ്മളെ ഖസാക്ക് എന്ന കൊച്ചു ഗ്രാമത്തിലെ ആളുകളുടെ ജീവിതത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നു. ഈ പുസ്തകത്തിലെ കഥ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഗ്രാമം നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക, ആ ഒരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യുക, അതിലെ കഥാപാത്രങ്ങളെ മീറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ആ വേൾഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ഖസാക്കിൻ്റെ ഇതിഹാസം രവി എന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതം അതാണ് കാണിക്കുന്നത്. രവി എന്ന് പറയുന്നത് ഒരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആളുടെ ഉള്ളിലൊരു ടെർമോയിൽ തന്നെയുണ്ട്, അത്രയും പ്രശ്നങ്ങൾ, ഇന്നർ ടെർമോയിൽ ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ജീവിതത്തിലെ തന്നെ വലിയ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് രവി, ഓക്കെ. രവിനെ പറ്റി പറയുകയാണെങ്കിൽ രവി ജീവിതം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെ പറ്റി ഇത്തിരി കൺഫ്യൂസ്ഡാണ്. രവി ഒരു വെൽത്തി ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് ഒരു സന്തോഷവാനല്ല. രവിക്ക് സ്വയം ഒരു കുറ്റബോധം തോന്നാണ്. അവൻ്റെ പാസ്റ്റിൽ സംഭവിച്ച ഒരു സാഡ് ഇവൻ്റ് കാരണം അവനൊരു കുറ്റബോധം വരാണ്. ആ സാഡ് ഇവൻ്റ് എന്താണ് എന്ന് പറഞ്ഞാൽ രവിയുടെ സ്റ്റെപ്പ് മദറിനും രവിയുടെ ഫാദറിനും തമ്മിലൊരു അഫെയർ ഉണ്ടായിരുന്നു, ഓക്കെ. അതായിരുന്നു ആ സാഡ് ഇവൻ്റ്. അത് കാരണം രവിക്കൊരു കുറ്റബോധം തോന്നാണ്. അപ്പോൾ ആ ഒരു കുറ്റബോധം കാരണം അദ്ദേഹത്തിൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് എവിടെന്നെങ്കിലും ഓടി രക്ഷപ്പെടണമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ദിവസം രവി സിറ്റിയിൽ നിന്ന് പോകും. എന്നിട്ട് അവിടെ നിന്ന് ഒരു ചെറിയ ഒരുപാട് ദൂരെയുള്ളൊരു ഗ്രാമം, ഖസാക്ക് എന്ന ഗ്രാമം, അവിടേക്ക് ഷിഫ്റ്റ് ആവും. അവിടെ വെച്ചിട്ട് അധ്യാപകനായിട്ടൊരു ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകനായിട്ട് ജോലി ചെയ്യും. ആ സ്കൂളിൽ ഒരേ ഒരു ടീച്ചർ മാത്രമേ ഉള്ളൂ കേട്ടോ, ഓക്കെ. അപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജോലി, അദ്ദേഹത്തിൻ്റെ യാത്ര ഓഫ് ഡിസ്കവറിങ്. അദ്ദേഹത്തിനെ തന്നെ ഡിസ്കവർ ചെയ്യണ ഒരു യാത്ര തുടങ്ങുന്നത് ആ ഒരു സ്കൂളിൽ നിന്നാണ്. അപ്പോൾ ഖസാക്കിൽ രവി ആ ഗ്രാമവാസികളെ എല്ലാവരെയും കണ്ടുമുട്ടുന്നു. അവിടെ വെച്ചിട്ട് ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ഓരോരുത്തരും അവരവരുടെ കഥകൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ അന്ധവിശ്വാസങ്ങളെല്ലാം അതിനെപ്പറ്റിയൊക്കെ രവിക്ക് മനസ്സിലാവുന്നു. ആ ഗ്രാമത്തിനെ പറ്റി പറയാൻ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു ഗ്രാമമായിരുന്നു ഖസാക്ക്. അവിടെ പഴയ ലെജൻഡുമാർ ഒരുപാട് താമസിച്ചിരുന്ന ഒരു ഗ്രാമമായിരുന്നു. അത്ഭുതകരമായ കഥകൾ, ആളുകൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള അത്ഭുതകരമായ കഥകളും അവിടെ ഉണ്ടായിരുന്നു. ഖസാക്ക് എന്ന ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ആളുകളെല്ലാം സിമ്പിളായിട്ടുള്ള ജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ലോകം എന്ന് പറയുന്നത് മിസ്റ്ററി ആൻഡ് വണ്ടർ, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു ആൾ മൈമുന എന്നാണ് പേര്. മൈമുന സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി സ്ത്രീയാണ്. മൈമുന രവിനെ കണ്ടുമുട്ടുന്നു. രവിക്ക് മൈമുനേനെ കണ്ടപ്പോൾ തന്നെ മൈമുനേനെ ആയിട്ട് പ്രണയത്തിലാകുന്നു. അവരുടെ റിലേഷൻഷിപ്പ് പ്രണയം ആയിരുന്നില്ല. അതായത് അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രണയത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു ഇതായിരുന്നില്ല. മൈമുന ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു പ്യുവറായിട്ടുള്ള ഒരു അൺടച്ച്ഡ് ബോഡി ഓഫ് ദ വില്ലേജ് ആണ്. അതായത് പ്യുവറായിട്ടുള്ള ഒരു
വ്യക്തിത്വം. ഇപ്പോൾ രവിക്ക് മൈമുനയോടുള്ള ഒരു ബോണ്ട് കാണിക്കുന്നത് എത്രത്തോളം രവി ആ ഗ്രാമത്തിനോടും ആ ഗ്രാമത്തിലുള്ള ആളുകളോടും കണക്റ്റഡ് ആണ്, എത്രത്തോളം ഡീപ്ലി രവി കണക്റ്റഡ് ആണ് എന്ന് അവർ തമ്മിലുള്ള ബോണ്ടിങ്ങിലൂടെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ വില്ലേജിലുള്ള വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പുക്കിളിയാണ്. അപ്പുക്കിളി എന്ന് പറയുന്നത് ആ ഗ്രാമത്തിലെ ഒരു ഇഡിയറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ്. വേറെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് കുപ്പുവച്ചൻ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. അദ്ദേഹം പ്രായമായിട്ടുള്ള എന്നാൽ ബുദ്ധിയുള്ള ഒരു ക്രിസ്ത്യനാണ്. അദ്ദേഹം രവിയുടെ ലോൺലിനെസ്, അതായത് രവി തനിച്ചാകുമ്പോൾ രവിയുടെ കൂടെ അദ്ദേഹം ഉണ്ടാകും. വേറൊരു കഥാപാത്രം എന്ന് പറയുന്നത് മാധവൻ നായരാണ്. മാധവൻ നായർ ഒരു ടോഡി ടേപ്പറാണ്. അദ്ദേഹം കഥകൾ പറയും, ആ വില്ലേജിൽ ജീവിച്ചിരുന്ന ലെജൻഡുകളെ പറ്റിയിട്ടുള്ള കഥകൾ പറയും. അപ്പോൾ ഈ കഥാപാത്രങ്ങളെല്ലാം കാണിക്കുന്ന പല പല കൾച്ചറുകളും പല പല വിശ്വാസം, ഖസാക്ക് എന്ന ഗ്രാമത്തിലുള്ള ആളുകളുടെ പല പല വിശ്വാസങ്ങളും ആ ഗ്രാമത്തിലുള്ള ആളുകൾ ഫോളോ ചെയ്തിരുന്ന പല പല കൾച്ചറുകളെയാണ് ഈ കഥാപാത്രങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ വില്ലേജിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് രവി എന്ന് പറയുന്ന ഒരാൾ ഒരു വരത്തൻ പോലെ അവരുടെ ഗ്രാമത്തിൽ വന്നപ്പോൾ അവർക്ക് അത് ആരാണ് എന്താണ് ഒന്നും അറിയില്ല. പക്ഷേ അവർ അദ്ദേഹത്തിനെ കണ്ടിരുന്നത് ഒരു ഔട്ട്സൈഡറായിട്ട് തന്നെയാണ്. പക്ഷേ അവർ ക്യൂരിയസ് ആണ്. കാരണം രവി അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഒരു പുതുമ കൊണ്ടുവന്നു. അപ്പോൾ ഒരുപാട് നാളുകൾ കഴിഞ്ഞു രവി ആ ഗ്രാമത്തിലെ തന്നെ ഒരു ഭാഗമായിട്ട് മാറാണ്. ഗ്രാമത്തിലെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിമ്പിൾ ലൈഫാണ് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ലീഡ് ചെയ്യുന്നത്. അപ്പോൾ രവിക്ക് ആ ഗ്രാമത്തിൽ ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ സമാധാനം കണ്ടെത്താൻ പറ്റി. രവി വാസ് ഏബിൾ ടു ഫൈൻഡ് പീസ് ഇൻ ഇറ്റ്സ് സിമ്പിൾ ആൻഡ് ടൈംലെസ് വേ ഓഫ് ലൈഫ് ഇൻ ഖസാക്ക്. രവി അപ്പോൾ ഖസാക്കിലെ ആളുകളുടെ ഒപ്പം കൂടുതൽ സമയം ചെലവിടാണ്. അങ്ങനെ ചെലവിടുമ്പോൾ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിനെ പറ്റി, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ഈ നോവൽ സംസാരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ്, ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റിയിട്ടല്ല. ഒന്ന്, ദ മീനിങ് ഓഫ് ലൈഫ്, നമ്മളുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. സ്പിരിച്വാലിറ്റീനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പിന്നെ സ്ട്രഗിൾ ബിറ്റ്വീൻ ഓൾഡ് ട്രഡീഷൻസ് ആൻഡ് ന്യൂ വേസ്, പഴയ പാരമ്പര്യവും പുതിയ രീതികളും അത് തമ്മിലുള്ള ആ ഒരു സ്ട്രഗിള് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പിന്നെ ഖസാക്ക് എന്ന വില്ലേജ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ തന്നെ ഒരു ചെറിയ വെർഷനായിട്ടാണ് കാണിക്കുന്നത്. അവിടെ റിയാലിറ്റിയും മിത്തും പരസ്പരം മിക്സ് ആവുന്നു. യാഥാർത്ഥ്യവും ഓരോരുത്തരുടെ വിശ്വാസവും തമ്മിലൊരു മിക്സ് പോലെ ആകുന്നു. രവിയുടെ യാത്ര എന്ന് പറയുന്നത് ഒരു പുതിയ സ്ഥലത്തേക്ക് മാറിപ്പോകുക എന്നുള്ളത് മാത്രമല്ല, പക്ഷേ അദ്ദേഹം സമാധാനം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇവിടെ രവിയുടെ യാത്ര സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാസ്റ്റിനെ പറ്റി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗിൽറ്റ്, അദ്ദേഹത്തിൻ്റെ കുറ്റബോധത്തിനെ പറ്റി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട്. ഈ കഥ അവസാനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ വായനക്കാരെ വണ്ടർ അടുപ്പിക്കുന്ന പോലെയാണ് ഇത് അവസാനിക്കുന്നത്. എന്താണ് രവിക്ക് സംഭവിക്കുന്നത്, അങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് അർത്ഥം കണ്ടെത്താനുള്ള ഒരു തുടർച്ചയായിട്ടുള്ളൊരു അന്വേഷണം തന്നെയാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ദ ലെജൻഡ്സ് ഓഫ് ഖസാക്ക് എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു കഥയല്ല, പക്ഷേ അത് ജീവിതത്തിനെ പറ്റി, മരണത്തിനെ പറ്റി, അതിൻ്റെ രണ്ടിനും ഇടയ്ക്കുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാത്തിനെ പറ്റിയും ചർച്ച ചെയ്യുന്ന ഒരു നോവലാണ് ദ ലെജൻഡ്സ് ഓഫ് ഖസാക്ക് അല്ലെങ്കിൽ ഖസാക്കിൻ്റെ ഇതിഹാസം. പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ OV വിജയൻ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം ആ വില്ലേജിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതവും രവിയുടെ ചിന്തകളെയും തമ്മിൽ അദ്ദേഹം മിക്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു കഥ നമ്മൾക്കെല്ലാവർക്കും, വായനക്കാർക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കഥയാണ്. ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരു വായനക്കാരൻ എന്ന രീതിയിൽ അത് നമ്മളുടെ ജീവിതത്തിനെ പറ്റി തിങ്ക് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. നമ്മളുടെ വിശ്വാസങ്ങളെ പറ്റി തിങ്ക് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. നമ്മളുടെ ചുറ്റുമുള്ള ലോകത്തിനെ പറ്റി ആലോചിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെ പ്രേരിപ്പിക്കും. ഈ പുസ്തകം നമ്മളെ എൻകറേജ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ജീവിതത്തിനെ കുറച്ചും കൂടി ആഴത്തിൽ ഒന്ന് നോക്കി കാണാനായിട്ട്, പിന്നെ സത്യം കണ്ടെത്താനായിട്ട്. ഒരു സർഫസിൽ മാത്രം ഒതുങ്ങിക്കൂടി നിൽക്കാതെ അതിലപ്പുറം ഒളിഞ്ഞു കിടക്കുന്ന സത്യം എന്താണ് അത് കണ്ടെത്താനുള്ള ഒരു കാര്യം കൂടിയായിട്ടാണ് ഈ പുസ്തകം
നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഖസാക്കിലുള്ള രവിയുടെ യാത്ര എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു യാത്രയില്ലേ, അതായിട്ട് നമുക്ക് സിമിലറായിട്ട് തോന്നും. നമ്മളുടെ യാത്ര ഇൻ സെർച്ച് ഫോർ മീനിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞ നോവല്, ആ പുസ്തകം നമ്മളെ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നുണ്ട് നമ്മളുടെ ജീവിതത്തിനെ പറ്റി കുറച്ചും കൂടി ആഴത്തിൽ ആലോചിച്ച് മനസ്സിലാക്കാനായിട്ട്. അത് രവി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ മാത്രമല്ല, മറിച്ച് അത് ഖസാക്ക് എന്ന വില്ലേജ്, ഖസാക്ക് എന്ന ഗ്രാമത്തിൻ്റെ കൂടി കഥയാണ്. അവിടെ ജീവിക്കുന്ന പല ആളുകളുടെ കഥ കൂടിയാണ്. ഈ പുസ്തകം ചില പ്രധാന തീമുകൾ, ചില പ്രധാന കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, എസ്കേപ്പ് ആൻഡ് ഗിൽറ്റ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രവി സിറ്റിയിലായിരുന്നു ജീവിച്ചിരുന്നത്. രവി അവിടെ നിന്ന് ഖസാക്കിലേക്ക് നീങ്ങുന്നുണ്ട്, ഖസാക്കിലേക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രവിയുടെ പാസ്റ്റിൽ മോശമായൊരു കാര്യം സംഭവിച്ചു. അതിൽ രവിക്ക് കുറ്റബോധമുണ്ട്. അതുകൊണ്ടാണ് സിറ്റി ലൈഫിൽ നിന്ന് മാറി ഖസാക്കിലേക്ക് നീങ്ങുന്നത്. രണ്ടാമത്തെ തീം എന്ന് പറയുന്നത് സെർച്ച് ഫോർ മീനിങ്. രവി ഖസാക്കിലേക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഉദ്ദേശം എന്താണ്? ഹൗ ക്യാൻ ഐ ഫൈൻഡ് പീസ്? സമാധാനം എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഓക്കെ, അപ്പോൾ ഈ നോവൽ കാണിച്ചു തരുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക എന്ന് പറയുന്നത് സംതിങ് എവ്രി വൺ സ്ട്രഗിൾസ് വിത്ത് അറ്റ് സം പോയിൻറ്റ്. നെക്സ്റ്റ് തീം എന്ന് പറയുന്നത് ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റിയാണ്. ഖസാക്ക് എന്ന ഗ്രാമത്തിൽ നിറയെ പഴയ പാരമ്പര്യങ്ങൾ, പഴയ ചിന്താഗതികൾ, മിത്തുകൾ, വിശ്വാസങ്ങൾ എല്ലാം, പല പല ട്രഡീഷൻസ്, ഓൾഡ് ട്രഡീഷൻസ്, മിത്സ്, ബിലീഫ്, ഇതെല്ലാം ഖസാക്കിലെ വില്ലേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ രവി ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പുതിയ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ആ വില്ലേജിലുള്ള ആളുകളെല്ലാം പഴയ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ, രവി കുറച്ചും കൂടി പുതിയ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരാളായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകളെല്ലാം രവിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഭയങ്കര ക്യൂരിയസ് ആണ്. പിന്നെ സസ്പീഷ്യസുമാണ്, സംശയം ഉളവാക്കുന്നുമുണ്ട് രവിനെക്കുറിച്ച്. അപ്പോൾ ആ ഒരു ഡിഫറൻസ്, പഴയ ചിന്താഗതികൾ, പുതിയ ചിന്താഗതികൾ, ആ ഒരു ഡിഫറൻസ് ഒരു ടെൻഷൻ പോലെ ക്രിയേറ്റഡ് ആകുന്നുണ്ട് ബിറ്റ്വീൻ സ്റ്റിക്കിംഗ് ടു ഓൾഡ് വേസ് ആൻഡ് എംബ്രേസിങ് ന്യൂ ഐഡിയാസ്. പുതിയ ഐഡിയാസ് നമ്മൾ സ്വീകരിക്കുന്നതാണോ അതോ പഴയ കാര്യങ്ങളിലോട് തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണോ നല്ലത് എന്ന് അങ്ങനൊരു ചോദ്യം കൂടിയും ഇവിടെ ഉയർത്തുന്നുണ്ട്. നെക്സ്റ്റ് തീം എന്ന് പറയുന്നത് കണക്ഷൻ വിത്ത് നേച്ചർ. ഖസാക്ക് എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ്. അത് ഡീപ്ലി കണക്റ്റഡ് ടു നേച്ചർ ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ നോവൽ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആ സ്ഥലത്തിൻ്റെ നാച്ചുറൽ ബ്യൂട്ടീനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. പിന്നെ എങ്ങനെ പല പല ആളുകൾ, ആ ഗ്രാമത്തിൽ താമസിക്കുന്ന പല പല ആളുകൾ സമാധാനം കണ്ടെത്തുന്നു, പിന്നെ അർത്ഥം കണ്ടെത്തുന്നു പ്രകൃതിയിൽ. നെക്സ്റ്റ് തീം എന്ന് പറയുന്നത് ആംബിഗ്വിറ്റി ആൻഡ് അൺസർട്ടനിറ്റിയാണ്. ഈ നോവൽ എന്ന് പറയുന്നത് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരം കഥയിൽ ഇല്ല. ഓക്കെ, കഥയുടെ അവസാനം നമുക്കറിയില്ല രവിക്ക് എന്ത് സംഭവിക്കുന്നതെന്ന്. അതിലൂടെ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അൺസർട്ടനിറ്റി, അതിനെ പറ്റിയിട്ടാണ്. ചിലപ്പോൾ ജീവിതത്തിന് തന്നെ നമ്മൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഉത്തരം തരാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ അത് ഓക്കെയാണ്, കുഴപ്പമില്ല. ചിലപ്പോഴൊന്നും നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾക്ക് ക്ലിയർ ആയിട്ടൊരു ആൻസർ ഉണ്ടായി എന്ന് വരില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് മൂവ് ഓൺ ചെയ്യാം. അങ്ങനൊരു കാര്യം കൂടി ഇവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലെൻഡ് ഓഫ് മിത്ത് ആൻഡ് റിയാലിറ്റി. ഖസാക്കിൽ ഒരു ലൈൻ ഉണ്ട് ബിറ്റ്വീൻ വാട്ട് ഈസ് റിയൽ ആൻഡ് വാട്ട് ഈസ് മിത്ത് ഈസ് ബ്ലർഡ്. ഖസാക്ക് എന്ന വില്ലേജിൽ താമസിക്കുന്ന ആളുകളെല്ലാം ഒരുപാട് ലെജൻഡുകളിൽ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ആ കഥകളെല്ലാം അവരുടെ ജീവിതത്തിലെ വലിയ വലിയ ഭാഗമാണ്. ഈ നോവൽ സജസ്റ്റ് ചെയ്യുന്നത് ഈ മിത്തും കഥകളും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ഷേപ്പിംഗ് ഹൗ വി സീ ദ വേൾഡ്. ഇനി നെക്സ്റ്റ് തീം എന്ന് പറയുന്നത് സ്പിരിച്വൽ ജേണിയാണ്. രവിയുടെ യാത്ര എന്ന് പറയുന്നത് ഒരു പുതിയ സ്ഥലത്തേക്ക് മാറി താമസിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് ലുക്കിംഗ് ഫോർ സ്പിരിച്വൽ പീസ്. ഈ നോവൽ കാണിക്കുന്നത് നമ്മളുടെ സ്പിരിച്വൽ മീനിങ് അന്വേഷിച്ച് ഒരു വ്യക്തി പോകുന്നുണ്ടെങ്കിൽ അതൊരാളുടെ പേഴ്സണൽ ജേണിയാണ്. ആൻഡ് എവ്രി വൺ മസ്റ്റ് ഫൈൻഡ് ദെയർ ഓൺ പാത്ത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ദ ലെജൻഡ്സ് ഓഫ് ഖസാക്ക്, അത് ഖസാക്കിൻ്റെ ഇതിഹാസം, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ബുക്കാണ്.
പുസ്തകത്തിൽ പറയുന്നത് ജീവിതത്തിലെ തീംസ് തന്നെയാണ് പുസ്തകത്തിലും പറയുന്നത്. സെർച്ചിങ് ഫോർ മീനിങ്, അർത്ഥം അന്വേഷിച്ചുള്ള ഒരു യാത്ര. ഡീലിംഗ് വിത്ത് ഗിൽറ്റ്, കുറ്റബോധത്തിന് എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യാം. ഫൈൻഡിങ് ബാലൻസ് ബിറ്റ്വീൻ ഓൾഡ് ആൻഡ് ന്യൂ വേസ് ഓഫ് ലിവിങ്. ഈ കഥ എന്ന് പറയുന്നത് നമ്മളെ എൻകറേജ് ചെയ്യുന്നുണ്ട് നമ്മളുടെ തന്നെ ജീവിതത്തിനെ പറ്റി ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാനും നമ്മൾക്ക് ചുറ്റുമുള്ള ലോകത്തിനെ പറ്റി ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാൻ. പിന്നെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഖസാക്കിലേക്ക് മാറി താമസിക്കുക എന്നുള്ള രവിയുടെ തീരുമാനം എന്ന് പറയുന്നത് രവിക്ക് തനിച്ച് താമസിക്കാനാണ് താല്പര്യം. ഓക്കെ, ഈ നോവൽ ഫുള്ളായിട്ട് കാണിക്കുന്നത് രവിയുടെ ലോൺലിനെസ് എത്രത്തോളം രവിനെ ബാധിക്കുന്നുണ്ട്, മാത്രമല്ല ഈ പുസ്തകത്തിലെ മറ്റ് കഥാപാത്രങ്ങളെയും ലോൺലിനെസ് എന്ന് പറയുന്ന കാര്യം എങ്ങനെ ബാധിക്കുന്നുണ്ട് എന്ന് വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കുപ്പുവച്ചൻ ഒരു പഴയ ക്രിസ്ത്യൻ ഒരു ഓൾഡ് ക്രിസ്ത്യൻ ഒരു പ്രായമായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം രവിയായിട്ടൊരു ബോണ്ടിങ് ഉണ്ട്. അതിൻ്റെ കാരണം അവർ രണ്ടുപേരും ലോൺലിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് പല പല രീതിയിൽ. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നോവൽ കാണിക്കുന്നത് ലോൺലിനെസ് എന്ന് പറയുന്ന ആ ഒറ്റപ്പെടൽ അത് പെയിൻഫുള്ളുമാണ്, പക്ഷേ നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിന് അത് അത്യന്താപേക്ഷിതമാണ് താനും. പിന്നെ രവിയുടെ പാസ്റ്റ് രവിനെ ത്രൂ ഔട്ട് ദ സ്റ്റോറി ഹോണ്ട് ചെയ്യുന്നുണ്ട്. രവിയുടെ കുറ്റബോധം ഓവർ ഹിസ് സ്റ്റെപ്പ് മദേഴ്സ് ഡെത്ത്. രവിയുടെ സ്റ്റെപ്പ് മദർ മരിക്കുന്നുണ്ട്. പിന്നെ രവിയുടെ ഫാദേഴ്സ് അഫെയർ വിത്ത് സ്റ്റെപ്പ് മദർ. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് രവിക്ക് ഖസാക്കിലേക്ക് എസ്കേപ്പായി പോകണമെന്നാണ്, അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഖസാക്കിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. ഈ ഒരു തീം കാണിക്കുന്നത് നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്. ശരിക്കും ഈ നോവലിൽ പറയുന്ന രവിനെ നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മീനിങ് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ നമ്മളുടെ തന്നെ പാസ്റ്റ് എക്സ്പീരിയൻസസ് നമ്മൾ ആരാണ് എന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ എത്രത്തോളം ബുദ്ധിമുട്ടാണ് ആ ഒരു കാര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് അതും കാണിക്കും. പിന്നെ ഈ നോവൽ സജസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ പാസ്റ്റ് മനസ്സിലാക്കുക, നമ്മളുടെ പാസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക. അത് രണ്ടും നമ്മളുടെ പ്രസൻറ്റിലുള്ള പ്രസൻറ്റിൽ നമ്മൾ ഇരിക്കണമെങ്കിൽ നമ്മൾ പാസ്റ്റിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് ജീവിക്കണം. അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായ സംഭവങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വേദനിച്ച് എന്നാൽ നമ്മുടെ പ്രസൻറ്റാണ് ഏറ്റവും മോശമായി പോകുക. രവിക്ക് അപ്പോൾ ഒറ്റപ്പെട്ടിരിക്കാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ രവി ഖസാക്കിലെ ആളുകളോട് ഒരു ഡീപ്പായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട്. രവിക്ക് മൈമുനയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നുണ്ട്, അപ്പുകിളിയായിട്ട്. അതായത് മൈമുനയായിട്ട് ലവാണ്. പിന്നെ ആ വില്ലേജിൽ വേറൊരു കഥാപാത്രമാണ് അപ്പുകിളി. പിന്നെ വേറെ ആ വില്ലേജിലുള്ള മറ്റാളുകളോടും അദ്ദേഹം കണക്റ്റഡ് ആകുന്നുണ്ട്. അത് കാണിക്കുന്നത് ഹ്യൂമൻ കണക്ഷൻസ് എങ്ങനെ നമ്മൾക്ക് കംഫേർട്ട് കൊണ്ടുവരും എന്നാണ്. ഓക്കെ, അത് നമ്മളുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താനും നമ്മളെ സഹായിക്കും, ഹ്യൂമൻ കണക്ഷൻസ്. പിന്നെ ഈ നോവൽ എംഫസൈസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പുകളുടെ ഇമ്പോർട്ടൻസ്. അത് ഒരു കാമുകൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല, പല റിലേഷൻഷിപ്പുണ്ട്. ഒരു മദർ ഫാദർ തമ്മിലുള്ള റിലേഷൻഷിപ്പുണ്ട്, മദർ ചൈൽഡ്. ഓക്കെ, അങ്ങനെ പല പല റിലേഷൻഷിപ്പ്. അതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ കംഫർട്ട് കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കും. ലോൺലിനെസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. നമ്മളുടെ ജീവിതത്തിൽ ഒരു പർപ്പസ് കണ്ടെത്താൻ വേണ്ടിയിട്ടും അത് സഹായിക്കും. പിന്നെ ഈ നോവൽ മൊത്തം രവിക്ക് എക്സിസ്റ്റൻഷ്യൽ ചോദ്യങ്ങൾ രവിനോട് തന്നെ ചോദിക്കുകയാണ്. ഞാൻ ആരാണ്? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നതാണല്ലേ. നമുക്ക് എല്ലാവർക്കും തോന്നും നമ്മൾ ആരാണ്, എന്താണ് നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ്, നമുക്ക് എല്ലാവർക്കും തോന്നും. അപ്പോൾ ഈ നോവലിലൂടെ ആ ചോദ്യങ്ങൾക്ക് ഒരു ഈസി ആൻസർ, ഒരു ക്ലിയർ, ഒരു പ്രിസൈസ് ആൻസർ കിട്ടുന്നില്ല. ഓക്കെ, ആ ഒരു ആൻസറിലേക്ക് എത്തുന്നില്ല. പക്ഷേ വായനക്കാരെ എൻകറേജ് ചെയ്യുന്നുണ്ട് ആ ഒരു ക്വസ്റ്റ്യനൊക്കെ ഉത്തരം നമ്മൾ തിങ്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ തന്നെ അതിനൊരു ഇത് കണ്ടെത്താം. നമ്മളുടെ തന്നെ ബിലീഫ്സ്, നമ്മുടെ തന്നെ വാല്യൂസ് എക്സ്പ്ലോർ ചെയ്യുക. ഖസാക്ക് എന്ന വില്ലേജിൽ ഒരുപാട് പല കൾച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. പല റിലീജിയൻസിലുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ കഥാപാത്രം കുപ്പുവച്ചൻ്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യനാണ്, മാധവൻ നായർ ഹിന്ദു ആണ്. ക്രിസ്ത്യൻ ട്രഡീഷനാണ് കുപ്പുവച്ചൻ ഫോളോ ചെയ്യുന്നത്, മാധവൻ നായർ ഹിന്ദു ട്രഡീഷനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കാണിക്കുന്ന ആ ഗ്രാമത്തിലുള്ള ആളുകളുടെ വിശ്വാസങ്ങളുടെ ഡൈവേഴ്സിറ്റിയാണ്. ഈ നോവൽ പിന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കേരളത്തിലെ കൾച്ചറൽ ഹെറിറ്റേജിൻ്റെ റിച്ച്നെസ്സും ദ വേ ഡിഫറെൻറ്റ് ട്രഡീഷൻസ് ഷേപ്പ് പീപ്പിൾസ് ലൈഫാണ്. പിന്നെ ഖസാക്ക് എന്ന വില്ലേജ് ഇറ്റ് സെൽഫ് സിംബോളിക് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ഖസാക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ലോകമാണ്, മോഡേണിറ്റി ഇല്ലാത്ത ഒരു ലോകം. അവിടെ സമയം സ്റ്റാൻഡ് സ്റ്റിൽ, സമയം അങ്ങനെ തന്നെ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു ഗ്രാമമാണ് ഖസാക്ക്. ഓക്കെ, അവിടെ മോഡേണിറ്റി അടുത്തേക്ക് പോയിട്ടില്ല, തൊട്ടടുത്തേക്ക് പോയിട്ടില്ല. പിന്നെ ഖസാക്ക് എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. അവിടെ രവിയുടെ ലൈഫിനെ പറ്റി രവിക്ക് തിങ്ക് ചെയ്യാം, രവിയുടെ ലൈഫിൻ്റെ മീനിങ്ങിനെ പറ്റി രവിക്ക് സെർച്ച് ചെയ്യാം. ഇവിടെ ഈ വില്ലേജ് സിംബലൈസ് ചെയ്യുന്നത് ഹ്യൂമൻ സ്ട്രഗിൾസിൻ്റെ ടൈംലെസ്നെസ്സും സെർച്ച് ഫോർ ആൻസേഴ്സ് ദാറ്റ് ഈസ് കോമൺ ടു ഓൾ പീപ്പിൾ. പിന്നെ ഈ നോവൽ അവസാനിക്കുമ്പോൾ ക്ലിയറായിട്ട് ഈ നോവൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ക്ലിയറായിട്ടൊരു ഉത്തരം കൊടുക്കാൻ നോവലിന് തന്നെ പറ്റിയിട്ടില്ല. ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ പോകുന്നുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അൺസർട്ടനിറ്റിയാണ്, നമ്മുടെ ജീവിതത്തിലെ ആംബിഗ്വിറ്റിയാണ്. ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടണമെന്നില്ല. നമ്മൾ അന്വേഷിച്ച് പോകുന്ന സാധനത്തിന് നമ്മൾക്ക് അറിയേണ്ട ഉത്തരം നമുക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, പക്ഷേ ലൈഫ് ജേർണി ഈസ് അബൌട്ട് കണ്ടിന്യൂയിങ് ടു സെർച്ച് ആൻഡ് ഗ്രോ ഈവൻ വെൻ തിങ്സ് ആർ അൺക്ലിയർ. ഒരു കൺക്ലൂഷൻ പോലെ പറയുകയാണെങ്കിൽ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന ഒരു നോവലാണ്. ഒരുപാട് തീംസ് അതിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ആ പുസ്തകത്തിൽ. അതെല്ലാം ഖസാക്ക് എന്ന ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകളുടെ സിമ്പിളായിട്ടുള്ള ജീവിതം അതായിട്ട് കണക്ട് ചെയ്യുന്ന തീംസാണ്. ആ പുസ്തകം നമ്മളെല്ലാവരും ക്ഷണിക്കുന്നുണ്ട് നമ്മളുടെ തന്നെ ജീവിതത്തിനെ പറ്റി, നമ്മളുടെ റിലേഷൻഷിപ്പുകളെ പറ്റി, പിന്നെ നമ്മളുടെ എക്സിസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്യുന്ന ചോദ്യങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാനായിട്ട് ആ പുസ്തകം നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നോവൽ കാണിക്കുന്നത് ജീവിതം ഒരു യാത്രയാണ്, ഒരു തുടർച്ചയായ യാത്രയാണ്. നമ്മൾ എന്ന് അന്വേഷിച്ചു പോകുന്ന, പഠിക്കുന്ന, വളരുന്ന ഒരു യാത്രയാണ്. നമ്മൾ അന്വേഷിച്ചു പോകുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ തന്നെ ഉണ്ടാകും.